വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി റെസിപ്പി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മൾ നല്ല അവിൽ മിൽക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാൻ കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കരുത്. അപ്പോൾ ഇതാ ആദ്യം തന്നെ നമുക്ക് അവിൽ മിൽക്കിന് വേണ്ടിയിട്ട് ഈ ചെറുപഴമാണ് വേണ്ടത്. അപ്പോൾ ഇതാ ചെറുപഴം ഞാനിപ്പോൾ ഒരു 5-8 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് ആ ഒരു ക്വാണ്ടിറ്റിയിലനുസരിച്ചിട്ട് കൂട്ടിയെടുക്കുകയും കുറയ്ക്കുകയെല്ലാം ചെയ്യുക. അപ്പോൾ ഇതാ ഞാൻ പഴക്കൊന്ന് തോല് കളഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് നമ്മൾ പഴക്കൊന്ന് ഉടച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു മിക്സ് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടാകുന്ന ഇതുപോലെ ഗ്ലാസ്സിലാക്കിയിട്ട് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ബൗളിൽ തന്നെ എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഈ ഗ്ലാസ്സിൽ ഈ പഴത്തിന് മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ വറുത്ത അവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറുത്ത അവിലില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിൽ സാധാ അവിലില്ല ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതും കൂടി നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പീനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല വറുത്ത പീനട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ തണുത്ത പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓതൻറ്റിക് ആയിട്ടുള്ള അവിൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ട്യൂട്ടി ഫ്രൂട്ടിയും പിന്നെ ബൂസ്റ്റ് പൊടിയും അതുപോലെ ചെറീസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ വീഡിയോസ് എടുക്കുന്നതുകൊണ്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റ് വന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഇനിയും നല്ല വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു. ബൈ.